ഹായ് ഓൾ, വെൽക്കം വൺസ് അഗൈൻ. ഇന്ന് ഇൻക്രെഡിബിൾ ഇംഗ്ലീഷിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി കോൺവെർസേഷന് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് വേർഡ്സ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ സമ്മർ റിലേറ്റഡ് വേർഡ്സ് ആൻഡ് സെന്റൻസസ് ആണ്. ഇത് ആദ്യം പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ടിട്ടുള്ള കുറച്ച് വേർഡ്സ്, എന്നാൽ നമുക്കിപ്പോൾ ഹെൽപ്ഫുൾ ആവുന്നത് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ഔട്ട്ലേ. ലേ ഔട്ട് എന്നുള്ള വേർഡ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? ലേ ഔട്ട് ഓഫ് സംതിങ്, ഫ്രെയിംവർക്ക് ഓഫ് സംതിങ് എന്നൊക്കെയുള്ള മീനിങ് വരുന്നുണ്ട് ലേ ഔട്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ ചിലവ് എന്നാണ് അർത്ഥം. അതായത് എക്സ്പെൻഡിച്ചർ, എന്തിന്റെയെങ്കിലും ചിലവ്, an amount of money spent on something. ഇൻക്രീസ് ഇൻ ഔട്ട്ലേ ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഉള്ള ചിലവ് കൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. വി നീഡ് ടു കൺസിഡർ ദി ഔട്ട്ലേ ബിഫോർ റെനോവേറ്റിംഗ് ദി കിച്ചൺ. കിച്ചൺ റെനോവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് പുതുക്കി പണിയാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ചിലവ് എന്താണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യണം, ചിലവ് എന്താണെന്ന് നോക്കണം. അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ ഗിഗ് വർക്കേഴ്സ്. ഇത് ഒരു കുറച്ച് നാളുകളായിട്ട് ഒരു 10 years എന്നൊക്കെ നമുക്ക് പറയാം, ഓൾമോസ്റ്റ് അത്രത്തോളം ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു വേർഡ് നമുക്ക് കൂടുതൽ കേട്ട് തുടങ്ങിയിട്ടല്ലേ. ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാല് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് വർക്ക് വരുന്നതിനനുസരിച്ച് ജോലി ചെയ്യുന്ന, ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമുക്ക് ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സൺ ഹു ഡസ് ടെമ്പററി ഓർ ഫ്രീലാൻസ് വർക്ക്. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലെ? ഒറ്റയ്ക്ക് എടുത്ത് വർക്ക് ചെയ്യുന്നു, ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, അതുപോലെയുള്ളത്. അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കോൺട്രാക്ട് വർക്ക് എടുക്കുന്നവര്, അവര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വരുന്ന ടൈമിൽ ആ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ഒരു സമയപരിധിക്ക് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെലിവറി ബോയ്സ്, ഡെലിവറി പീപ്പിൾ, നോട്ട് ബോയ്സ്, എല്ലാവരും ഉണ്ട്. ഡെലിവറി പീപ്പിൾ ഒരു കാറ്റഗറിയിലുള്ളവര് ശരിക്കും നമ്മൾ പറയുന്നത് ഗിഗ് വർക്കേഴ്സ് എന്നാണ്. ഇറ്റ്സ് നോട്ട് ഗിഗ് വർക്കേഴ്സ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒലേ പോലെയുള്ള ക്യാബ് സർവീസസ് ഉണ്ടല്ലോ, അതിന്റെ ഡ്രൈവേഴ്സ്, അവരും ഈ പറഞ്ഞ ഗിഗ് വർക്കേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ഗിഗ് എക്കോണമി എന്നൊരു എക്കോണമി തന്നെ ഇപ്പോൾ ശരിക്കും ഉണ്ട്. ഗിഗ് എക്കോണമി എന്ന് നമ്മൾ പറയും ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇക്കോണമി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗിഗ് വർക്കേഴ്സ്. അടുത്തത് എ മച്ച് നീഡഡ് ഫിലിപ്പ് ടു ഷിപ്പ് ബിൽഡിംഗ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ട് വേർഡ്സ് അല്ലെങ്കിൽ രണ്ട് എക്സ്പ്രഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മച്ച് നീഡഡും ഉണ്ട്, ഫിലിപ്പും ഉണ്ട്. ഷിപ്പ് ബിൽഡിങ്ങിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിരുന്നു അത്. സെന്റൻസ് ഇസ് നോട്ട് ഓവർ, അതിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ, ഓർക്കാതെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ദാറ്റ് സെന്റൻസ്. എ മച്ച് നീഡഡ് ഫിലിപ്പ് ടു ഷിപ്പ് ബിൽഡിംഗ്. ഷിപ്പ് ബിൽഡിങ്ങിന് വളരെ അനിവാര്യമായിട്ടുള്ള, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിരുന്നു ആ ഒരു കാര്യം എന്നാണ് അവർ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പൊ മച്ച് നീഡഡിന്റെ മീനിങ് എന്ന് വെച്ചാൽ അനിവാര്യം, എസെൻഷ്യൽ, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഒരു സ്റ്റിമുലസ് എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സംഭവിക്കുന്ന ഒരു കാര്യം, അതിനെ കൂടുതൽ എന്താണ്, എനർജൈസ് ചെയ്യുക, ആ ഒരു ആക്ടിവിറ്റിയെ കൂടുതൽ എനർജൈസ് ചെയ്യുക. സംതിങ് വിച്ച് ആക്ട്സ് ആസ് എ സ്റ്റിമുലസ് ഓർ ബൂസ്റ്റ് ആൻ ആക്ടിവിറ്റി. The society welcomed the much needed reforms. Much needed reforms. എന്താണ് മച്ച് നീഡഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ എസെൻഷ്യലി മാറ്റങ്ങൾ അനിവാര്യമായിരുന്നു, ഒഴിച്ചുകൂടാൻ പറ്റാത്ത മാറ്റങ്ങളാണ്. അതിനെ സൊസൈറ്റി സ്വീകരിച്ചു, ഒരു എതിർപ്പുമില്ലാതെ സ്വീകരിച്ചു. ഫിലിപ്പിന് എന്താണ്, ദ അൺഎക്സ്പെക്ടഡ് പ്രൈസ് വാസ് എ ഫിലിപ്പ് ടു ഹെർ കോൺഫിഡൻസ്. പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ ഒരു പ്രശംസ അവളുടെ കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തു. ഇതിനൊരു ഫിലിപ്പ് ആയിരുന്നു, അതിനൊരു സ്റ്റിമുലസ് ആയിരുന്നു, കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ് ആയിരുന്നു ആ പ്രതീക്ഷിക്കാതെ കിട്ടിയ പ്രശംസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റ് ടെൻസിലാണ് സെന്റൻസ് തന്നിരിക്കുന്നത്. ഓൺ ദ സെയിം പേജ്. വി ആർ തിങ്കിങ് ഓൺ ദ സെയിം പേജ് എന്ന് നമ്മൾ പറയും. ഓൺ ദ സെയിം പേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ അവരുടെ ചിന്താഗതികൾ ഒരുപോലെ, അല്ലെങ്കിൽ ഒരേ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. ടു ബി തിങ്കിങ് ഇൻ എ സിമിലർ ഫാഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ടു ഹാവ് ദ സെയിം കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഒരേ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, അല്ലെ ഒരേ രീതിയിൽ തിങ്ക് ചെയ്യുന്നു. ഇപ്പൊ ഇതിന് രണ്ടിനും നമുക്ക് ഓൺ ദ സെയിം പേജ് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾസ്: വി നീഡ് ടു ബി ഓൺ ദ സെയിം പേജ് ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കണം, നമ്മൾ ഒരേ രീതിയിൽ അത് കാര്യങ്ങളെ മനസ്സിലാക്കണം. വി ആർ ഓൺ ദ സെയിം പേജ് അബൌട്ട് ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്
ലിങ്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൺ ദ സെയിം പേജ്. അടുത്തത് ലോങ് പെൻഡിങ്. ലോങ് പെൻഡിങ് ഡിമാൻഡ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോങ് പെൻഡിങ് ആണ്. വളരെ കാലമായിട്ട് ഡിലേ ചെയ്യപ്പെട്ട, നടത്താതെ മാറ്റി വയ്ക്കപ്പെട്ട കാര്യങ്ങൾ. സംതിങ് ദാറ്റ് ഹാസ് ബീൻ ഡിലേഡ് or awaiting an action for a long time. ഒത്തിരി കാലമായിട്ട് അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു നീക്കുപോക്കില്ലാതെ നിൽക്കുന്ന കാര്യങ്ങൾ, അതാണ് ലോങ് പെൻഡിങ്, നടക്കാത്ത കാര്യങ്ങൾ. The construction of the bridge is a long pending demand by the people. ആൾക്കാരുടെ, ഓഫ് ദ പീപ്പിൾ, നോട്ട് ബൈ ദ പീപ്പിൾ. ഡിമാൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന് മതിയെ, ബൈ ദ പീപ്പിൾ എന്ന് വേണ്ട, ഓഫ് ദ പീപ്പിൾ. The construction of the bridge is a long pending demand of the people. അവരുടെ എന്താണ്, ജനങ്ങളുടെ വളരെ കാലമായിട്ടുള്ള നടക്കാതെ നീക്കി വയ്ക്കപ്പെടുന്ന ഒരു ആവശ്യമാണ് ഈ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോങ് പെൻഡിങ് ഡിമാൻഡ്സ്, വളരെ കാലമായിട്ടുള്ള ഡിമാൻഡ്സ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനിങ് വൺസ് ഹോപ്സ് എന്നാണ്. ഫൈനിങ് വൺസ് ഹോപ്സ്. ഫൈനിങ് വൺസ് ഹോപ്സ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ സ്ട്രോങ് ഡിസയർ ഫോർ എ പോസിറ്റീവ് ഔട്ട്കം ഫ്രം സം വൺ ഓർ സംതിങ്. ആരിൽ നിന്നും അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന്, ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഏറെ കാലമായിട്ടൊരു പോസിറ്റീവായിട്ടൊരു ഔട്ട്കം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനെ നമുക്ക് ഫൈനിങ് വൺസ് ഹോപ്സ് എന്ന് പറയാം. അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് പൈനിങ് എന്നാണ്, പിന്നിങ് എന്നല്ല. പൈനിങ് വൺസ് ഹോപ്സ്. അപ്പം അതില് അതിന്റെ എക്സാമ്പിൾ സെന്റൻസ്: After months of hard work, she was pining her hopes on getting the promotion, knowing it would be a turning point in her career. മാസങ്ങളായിട്ട് അവൾ കഠിനാധ്വാനം ചെയ്തു. അപ്പൊ ആ കഠിനാധ്വാനത്തിന്റെ ഫലം അല്ലെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ അവൾ ആഗ്രഹിക്കുന്ന എന്താണ്? പൈനിങ് ഹെർ ഹോപ്സ് ഓൺ ഗെറ്റിംഗ് ദ പ്രൊമോഷൻ. പ്രൊമോഷൻ കിട്ടുക എന്നുള്ള കാര്യത്തിലേക്കാണ് അവൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതാണ് അവൾ ആഗ്രഹിക്കുന്നത്. നോയിങ് ഇറ്റ് വുഡ് ബി എ ടേണിംഗ് പോയിന്റ് ഇൻ ഹെർ കരിയർ. അവളുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ആ ഒരു പ്രൊമോഷൻ. അതിനുവേണ്ടി അവൾ ഒത്തിരി മാസം ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ സോ പൈനിങ് ഹെർ ഹോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഒരു പോസിറ്റീവ് ഔട്ട്കം ആഗ്രഹിച്ച് ശുഭാപ്തിയോട് കൂടി ഒരു കാര്യത്തിനെ കുറിച്ച് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ, അതിനെയാണ് നമ്മൾ പൈനിങ് വൺസ് ഹോപ്സ് എന്ന് പറയുന്നത്. ഷീ ഈസ് പൈനിങ് ഹെർ ഹോപ്സ് ഓൺ ഗെറ്റിംഗ് എ സ്കോളർഷിപ്പ് ടു സ്റ്റഡി എബ്രോഡ്. വെളിയിൽ പോയി പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കിട്ടിയാലേ പറ്റൂ? സ്കോളർഷിപ്പ്. അപ്പം സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ള കാര്യത്തെ കുറിച്ച് അവൾ പൈനിങ് ഹെർ ഹോപ്സ്, അവളുടെ മനസ്സ്, അവളുടെ ഡിസയർ മുഴുവൻ അതിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ഡാമ്പൻ സംതിങ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയെങ്കിലും ആ ഒരു സ്പിരിറ്റിനെ നശിപ്പിക്കുക, അതിന്റെ ആ ഒരു പകിട്ട് നശിക്കുക, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഉത്സാഹം കുറഞ്ഞു പോവുക, എന്തെങ്കിലും കാരണം ഒരു ഉത്സാഹം കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയുക. ടു മേക്ക് സംതിങ് ലെസ് സ്ട്രോങ് ഓർ enthusiastic. The bad news dampened his excitement about the trip. എന്തോ ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന ടൈമില് എന്തോ ഒരു മോശമായ ഒരു വാർത്ത കേട്ടു. അത് കേട്ടതോടുകൂടി അവന്റെ എക്സൈറ്റ്മെന്റ് ഒന്ന് കുറഞ്ഞു. അവന്റെ എക്സൈറ്റ്മെന്റ് അങ്ങ് ഇല്ലാണ്ടായി, കുറഞ്ഞു പോയി. അതിന്റെ ആ ഒരു ഉത്സാഹം കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ഡാമ്പൻ ദ സ്പിരിറ്റ്. അടുത്തത് എക്സോബിറ്റന്റ്. എക്സോബിറ്റന്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും റീസണബിൾ അല്ലാത്ത, വളരെയധികം ഉയർന്ന എന്തെങ്കിലും ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മൾ പൈസയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തിൻ്റെയെങ്കിലും. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് എക്സോബിറ്റന്റ് പ്രൈസ് ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കണ്ടിന്യൂസ് ടു ഡാമ്പൻ ദ സ്പിരിറ്റ്. ഡാമ്പൻ ഇവിടെയും വന്നു. അതായത് മേ ബി ഫെസ്റ്റിവൽ സീസൺ ആയിക്കൊണ്ട് ആൾക്കാർ എബ്രോഡ് ഉള്ളവർ നാട്ടിലേക്ക് വരാൻ നോക്കുന്നു. ആ സമയത്ത് ടിക്കറ്റ് പ്രൈസ് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് അതിനെ റീസൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, റീസണബിൾ അല്ലാത്ത രീതിയിൽ വില കൂടി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ടിക്കറ്റ് പ്രൈസ് കൂടി നിൽക്കുന്നു. അത് കാരണം അവരുടെ സ്പിരിറ്റ് കുറഞ്ഞു, ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു ആധിക്യം കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സോബിറ്റന്റ് എന്ന് പറഞ്ഞാൽ എക്സസീവ്ലി ഹൈ, അൺറീസണബിളി എക്സ്പെൻസീവ്. അടുത്തത് ഹോട്ട് ബട്ടൺ ഇഷ്യൂസ്. ഹോട്ട് ബട്ടൺ ഇറ്റ്സ് എ ഹൈഫനേറ്റഡ് വേർഡ്. ഹോട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ട് ബട്ടൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹോട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, ആൾക്കാരിൽ നിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും പറയുന്ന വേർഡ്സ് ആണ് സെൻസിറ്റീവ് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ എന്ന്. അതിന് പകരം നമുക്ക് ഹോട്ട് ബട്ടൺ ഇഷ്യൂസ് എന്ന് യൂസ് ചെയ്യാം.
The new tax policy is a hot button issue among voters. വോട്ടേഴ്സ് റിയാക്ട് ചെയ്തു. ആ ഒരു ന്യൂ ടാക്സ് പോളിസിയുമായിട്ട് അവർ എഗ്രി ചെയ്യുന്നില്ല. അതിനെ പുറത്ത് ഒത്തിരി റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണത്. The new dress code policy has become a hot button issue among the staff. പുതിയൊരു ഡ്രസ് കോഡിന്റെ ഒരു പോളിസി കൊണ്ടുവന്നു കമ്പനി. അതുമായിട്ട് ഒട്ടും തന്നെ അവിടുത്തെ സ്റ്റാഫ് എഗ്രി ചെയ്യുന്നില്ല. അപ്പൊ അത് വളരെ ഒരു സെൻസിറ്റീവ് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ലേ സീജ്. ലേ സീജ് എന്ന് മലയാളത്തിൽ പറഞ്ഞ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലെറ്റ് us look at the examples. The students laid siege to the office of someone or something. എന്തിനെങ്കിലും ഓഫീസിലേക്ക്. The media laid siege to the celebrity's residence with the hope to get an exclusive interview. സെലിബ്രിറ്റിയുടെ റെസിഡൻസിലേക്ക് ഇടിച്ചു കയറുക അല്ല അവിടെ. വിത്ത് ഹോപ്പ് ടു ഗെറ്റ് ആൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. അവർക്ക് മാത്രമായിട്ടുള്ള ഇന്റർവ്യൂ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ മീഡിയ അതിനു ചുറ്റും കൂടി. അപ്പൊ ഇതിനെന്താണ് ഈ ലേറ്റ് സീജിന്റെ മീനിങ് നമുക്ക് നോക്കാം. ലേ സീജ് അല്ലെങ്കിൽ ലേറ്റ് സീജ്. ഇത് ശരിക്കും മിലിറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വേർഡാണ് സീജ്. ലേ സീജ് ഉപരോധം തീർക്കുക അല്ലെങ്കിൽ ഉപരോധിക്കുക എന്നുള്ളതാണ്. The military tactic of surrounding a city or fortress with armed forces to isolate it and compel surrender. നമുക്ക് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഒന്ന് തന്നെ ഉപരോധിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിനെ വളഞ്ഞ് ഉപരോധിക്കുക, അവിടെയുള്ളവരെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തി അവരെ കൊണ്ട് കീഴടങ്ങാൻ പ്രേരിപ്പിക്കുക. അതാണ് ഈ ഒരു ലേ സീജ് കൊണ്ട് പറയുന്നത്. നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഉപരോധം തീർത്തു, ഓഫീസ് ഉപരോധിച്ചു, ഓഫീസിൽ ഉപരോധം തീർത്തു എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നു. അപ്പൊ ഉപരോധം തീർക്കുക അല്ലെങ്കിൽ ഉപരോധിക്കുക എന്ന് പറയാൻ വേണ്ടി നമുക്ക് ലേ സീജ് എന്ന് യൂസ് ചെയ്യാം. പെർസിസ്റ്റന്റ് ആൻഡ് ഡിറ്റർമൈൻഡ് എഫേർട്സിന് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എഫേർട്ട് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പെർസിസ്റ്റന്റ് ആൻഡ് ഡിറ്റർമൈൻഡ് എഫേർട്സ് ടു അച്ചീവ് എ പെർട്ടിക്കുലർ ഗോൾ ഓർ ടു ഗെയിൻ സംവൺസ് അറ്റൻഷൻ. സംവൺ അപ്പോസ്ട്രോഫി എസ് വേണം. അവിടെ രണ്ട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എഫേർട്ടിന്റെ സ്പെല്ലിങ്ങും സംവൺ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫിയും വേണം. പെർസിസ്റ്റന്റ് ആൻഡ് ഡിറ്റർമൈൻഡ് എഫേർട്സ് ടു അച്ചീവ് എ പെർട്ടിക്കുലർ ഗോൾ ഓർ ടു ഗെയിൻ സംവൺസ് അറ്റൻഷൻ. ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കാനോ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫേർട്ട്, അങ്ങനെയാണ് അതിന്റെ ഒരു ഫിഗറേറ്റീവ് മീനിങ് വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഉപരോധം തീർക്കുക അല്ലെങ്കിൽ ഉപരോധിക്കുക. ഇനി ഒരൊറ്റ സെന്റൻസിൽ നമ്മൾ കോൾഡ് ഓഫ്, ഇൻ ദ വേക്ക് ഓഫ്, അൺടീൻ, അൺടുവേർഡ് ഇത്രയും വേർഡ്സിന്റെ മീനിങ് നോക്കാൻ പോവാണ്. സെലിബ്രേഷൻസ് വെയർ കോൾഡ് ഓഫ് ഇൻ ദ വേക്ക് ഓഫ് അൺടീൻ, അൺടുവേർഡ് ഇൻസിഡൻസ്. ഐ തിങ്ക് അൺടുവേർഡ് എന്നുള്ള വേർഡ് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലെറ്റ് ഇറ്റ് ബി ദേ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാൻസൽ ചെയ്യുകയാണ്. ഏതെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു ഈവന്റ് ആവാം, ഒരു ആക്ടിവിറ്റി ആവാം, അതിനെ പിൻവലിക്കുന്നു, ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളതാണ് abandon an activity or event that was planned. The match was called off due to heavy rain. ശക്തമായ മഴ കാരണം മാച്ച് ക്യാൻസൽ ചെയ്തു. ആദ്യത്തെ സെന്റൻസ് നമുക്ക് ഇതെല്ലാം നോക്കിയതിനു ശേഷം പറയാം. ഇൻ ദ വേക്ക് ഓഫ് എന്ന് പറയുന്നത് ആ സെന്റൻസിൽ ഉണ്ടായിരുന്ന വേറൊരു ഫ്രേസ് ആണ്, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഇൻ ദ വേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ് എന്നുള്ളതാണ്. ആസ് എ റിസൾട്ട് ഓഫിന് പകരം ഇൻ ദ വേക്ക് ഓഫ് നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ പശ്ചാത്തലത്തിൽ, എക്സ്പെഷ്യലി എടുത്തു പറയുവാൻ മീനിങ് വരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ, എന്തിന്റെയെങ്കിലും പശ്ചാത്തലത്തിൽ. ന്യൂ സെക്യൂരിറ്റി മെഷേഴ്സ് വെയർ ഇംപ്ലിമെന്റഡ് ഇൻ ദ വേക്ക് ഓഫ് റീസെന്റ് സൈബർ ക്രൈംസ്. നമുക്കറിയാം സൈബർ ക്രൈംസിന്റെ ഭയങ്കര ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ സെക്യൂരിറ്റി മെഷേഴ്സ് നടപ്പിലാക്കിയിട്ടുണ്ട്. വേർ ഇംപ്ലിമെന്റഡ് ആണ്, സോ നടപ്പിലാക്കിയിട്ടുണ്ട്. പാസ്റ്റ് ടെൻസ്. അംടീൻ എന്ന് പറഞ്ഞാൽ അനവധി അല്ലെങ്കിൽ അനേകം. പക്ഷെ എത്രയാണ്? ലാർജ് ആണ്, ബട്ട് എത്ര നമ്പർ ആണ് എന്ന് നമുക്ക് സ്പെസിഫൈ ആയിട്ട് അറിയത്തില്ല, എടുത്തറിയില്ല. അൺസ്പെസിഫൈഡ് നമ്പർ ഓഫ്, ലാർജ് അൺസ്പെസിഫൈഡ് നമ്പർ ഓഫ്. ഐ ഹാവ് ടോൾഡ് യു umpteen times to clean your room. ഞാൻ നിന്നോട് അനവധി തവണ പറഞ്ഞു, അനേകം തവണ പറഞ്ഞു. എന്ത് പറഞ്ഞു? ടു ക്ലീൻ യുവർ റൂം. റൂം ക്ലീൻ ആക്കാൻ നിന്നോട് ഞാൻ അനവധി തവണ, അനേകം തവണ പറഞ്ഞു എന്നാണ്. ഇത് ശരിക്കും ഇൻഫോർമൽ ആണ്, കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് umpteen. ഓക്കെ, അടുത്തത് അൺടുവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികൂലമായ, നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, അനിഷ്ടമായ ചില കാര്യങ്ങൾ, അനിഷ്ടമായ, പ്രതികൂലമായ
അൺടുവേർഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു പെരുമാറ്റം. അൺടുവേർഡ് ഇൻസിഡൻസ്, നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ. അൺടുവേർഡ് സർക്കംസ്റ്റാൻസസ്, പ്രതികൂലമായ സാഹചര്യങ്ങൾ. അൺടുവേർഡ് ഇൻസിഡൻസ്, നമുക്ക് അനിഷ്ടമായ സംഭവങ്ങൾ, പ്രതികൂലമായ സംഭവങ്ങൾ, അങ്ങനെ. സോ ദ അൺടുവേർഡ് ബിഹേവിയർ പറഞ്ഞു. അതുപോലെ അൺടുവേർഡ് വെതർ കണ്ടീഷൻസ് ഫോഴ്സ് ദ ഈവന്റ് ടു ബി പോസ്റ്റ്പോൺഡ്. എന്താണ് event to be postponed എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള കാരണമായി എന്ത്? പ്രതീക്ഷിക്കാതെ വന്ന പ്രതികൂലമായ കാലാവസ്ഥാ മാറ്റങ്ങൾ. ദ അൺടുവേർഡ് വെതർ കണ്ടീഷൻസ് ഫോഴ്സ്ഡ് ദ ഈവന്റ് ടു ബി പോസ്റ്റ്പോൺ, മാറ്റിവെക്കാൻ വേണ്ടി. പോസ്റ്റ്പോൺ ചെയ്യുന്നത് മാറ്റിവെക്കാൻ വേണ്ടി കാരണമായി എന്ത്? പ്രതികൂലമായ കാലാവസ്ഥ സാഹചര്യങ്ങൾ. നമ്മൾ കണ്ട ഫസ്റ്റ് സെന്റൻസിൽ എന്താണ് വരുന്നത്? സെലിബ്രേഷൻസ് വെർ കോൾഡ് ഓഫ് ഇൻ ദ വേക്ക് ഓഫ് അൺടുവേർഡ് ഇൻസിഡൻസ്. പ്രതീക്ഷിക്കാതെ വന്ന പല അനവധി പ്രതികൂലമായ അല്ലെങ്കിൽ അനവധി അനിഷ്ടമായ സംഭവങ്ങൾ കാരണം, അതിന്റെ പശ്ചാത്തലത്തിൽ. എന്താണ്? അനവധി പ്രതികൂലമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഇൻ ദ വേക്ക് ഓഫ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ സെലിബ്രേഷൻസ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെ ക്യാൻസൽ ചെയ്തു. വേർ കോൾഡ് ഓഫ്, ക്യാൻസൽ ചെയ്തു. പ്രതികൂലമായിട്ടുള്ള അനവധി സാഹചര്യങ്ങൾ കാരണം, അല്ലെ അനേകം സാഹചര്യങ്ങൾ കാരണം, അതിന്റെ പശ്ചാത്തലത്തിൽ സെലിബ്രേഷൻസ് ക്യാൻസൽ ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ സെന്റൻസിന്റെ മീനിങ്. അപ്പൊ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ സെലക്ട് ചെയ്ത സെറ്റ് ഓഫ് വേർഡ്സ്, എക്സ്പ്രഷൻസ്, ഇഡിയംസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ എന്നും പറയുന്ന കുറേ വാക്കുകൾ തന്നെ അതിനെ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പ്രഷൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇംപ്രസീവ് ആകും. എപ്പോഴും തന്നെ പിന്നെയും ഒരേ വാക്ക് പറയാതെ പുതിയ പുതിയ വാക്കുകൾ ട്രൈ ചെയ്യുക. എപ്പോഴെങ്കിലും ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അപ്പം ഇതിനു മുമ്പുള്ള വീഡിയോ ഏകദേശം ഒരു 83-84 വീഡിയോസ് ആയി. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, സെന്റൻസസ് ഉണ്ട്. എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. See you soon with another helpful and useful video. Till then, bye.